ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിത് ഇന്ന് മോൾഡ് ഇട്ടുകൊണ്ട് ഒരു അടിപൊളി സംഭവമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമായിരിക്കും ഇങ്ങനെ കറകളൊക്കെ പറ്റിയിരിക്കും. ഇതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ഇന്നൊരു സോസറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇതേ മോൾഡിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1.5 മോൾഡിട്ടാണ് കേട്ടോ എടുത്തിട്ടിരിക്കുന്നത്. 1.5 മോൾഡിട്ട് എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ആദ്യം ഇതൊരു പൊടിയായിട്ടാണ് ഇരിക്കുക, പക്ഷേ ഇച്ചിരി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഇത് അത്യാവശ്യം നല്ല സമയം എടുത്ത് ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് കുഴച്ച് അതിൻ്റെ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. എന്നാലും നമുക്കത് നല്ല രീതിക്ക് കിട്ടത്തുള്ളേ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ച് തന്നെ ഞാൻ പരത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൈ വെച്ച് തന്നെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. നമ്മൾ കുറച്ച് എടുത്ത് റോൾ ചെയ്ത് ഒരേപോലെയുള്ള കുറേ നീളത്തിലുള്ള കഷ്ണങ്ങളാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? വീഡിയോ കണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇങ്ങനെ ഓരോന്ന് ഇതിൻ്റെ മേളിലായിട്ട് ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. ഈ റോൾ നിങ്ങൾക്ക് കട്ടിയായിട്ടും റോൾ ചെയ്യാം, ചെറുതായിട്ട് ഞാനിപ്പോൾ ചെയ്ത പോലെയും ചെയ്യാം കേട്ടോ. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതുപോലെ കട്ടിയായിട്ട് റോൾ ചെയ്തിട്ട് ഒരു 3-4 വെച്ച് ചെയ്താലും മതി, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ദേ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതിനൊരു ലെവൽ അനുസരിച്ച് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു കട്ടർ ഉപയോഗിച്ച് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ബാക്കി പീസുകൾ കളയണ്ട. അതും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇത് വളരെ ഈസിയാണ് കേട്ടോ. നല്ല രസമാണ് ഇതിങ്ങനെ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാവേ. നിങ്ങളിത് ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് 1-2 ഒട്ടിച്ചതിന് ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എടുത്ത് മറിക്കാനായിട്ട് ഓർക്കണം കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി. അങ്ങനെയാണ് ടേബിളിലൊന്നും ഒട്ടിയിരിക്കത്തില്ലായേ. അതിനുശേഷം ഞാൻ ഇതേപോലെ കുറച്ച് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലിപ്പോൾ നിറം കൊടുത്തിട്ടൊന്നുമില്ല, എനിക്കിതിന് നിറം കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നിറം കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.